അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ലേണിംഗ് ദ ലാംഗ്വേജ് ഓഫ് ഖുർആനിൻ്റെ 4-ാമത്തെ യൂണിറ്റിലേക്ക് സ്വാഗതം. പ്രിപ്പോസിഷൻസ് ആൻഡ് അഡ്വേർബ്സ്. ഈ യൂണിറ്റിൽ അറബിയിലെ പ്രിപ്പോസിഷൻസിനെ കുറിച്ചും അതുപോലെ അഡ്വേർബ്സ് ഓഫ് ടൈം ആൻഡ് പ്ലേസ്, സമയത്തിനും അതുപോലെ സ്ഥലത്തിനും പകരമായിട്ട് വരുന്ന ചില വാക്കുകൾ, ഇതിനെക്കുറിച്ചുമാണ് നമുക്ക് പറയാനുള്ളത്. അറബിയിൽ പാർട്സ് ഓഫ് സ്പീച്ച് 3. 1 ഇസ്മ്, 2 ഫിഅല്, 3 ഹർഫ്. ഇസ്മ് മീൻസ് നൗൺ. അതിനെക്കുറിച്ച് നാം നേരത്തെ ചർച്ച ചെയ്തു. നൗൺ എന്താണ്, അതിൻ്റെ വ്യത്യസ്ത കാറ്റഗറീസ് ഒക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. രണ്ടാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് വെർബാണ് അഥവാ ഫിഅലാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ച ഇനി വരുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ പാർട്ട് ഓഫ് സ്പീച്ച് ഹർഫ് അഥവാ പാർട്ടിക്കിളാണ്. ഈ ഹർഫിൽ പെട്ടതാണ് പ്രിപ്പോസിഷൻസ്. അതിനെ സാങ്കേതികമായിട്ട് അറബിയിൽ പറയുന്നത് ഹർഫുൽ ജർ എന്നാണ്. ഹർഫുൽ ജർ. നമുക്കൊരു ഉദാഹരണത്തോടെ പ്രിപ്പോസിഷൻസിൻ്റെ ചർച്ച ആരംഭിക്കാം. ഇല, ഇതൊരു ഹർഫാണ് അഥവാ ഹർഫുൽ ജറാണ്. ദാറ്റ് മീൻസ് ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷന് ഇക്വലൻ്റ് ആയിട്ടുള്ള അറബിയാണ്. അറബിക്ക് പാർട്ടിക്കിളാണ് ഇല. ഇല എന്ന ഹർഫുൽ ജറിൻ്റെ മീനിങ് ടു. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീനിങ് ടു എന്നാണ് ഇല. ഈ പാർട്ടിക്കിൾ അഥവാ ഈ ഹർഫ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഹർഫുൽ ജർ എങ്ങനെയാണ് ഒരു നോമിനൽ സെൻറ്റൻസിൽ വരുന്നത്? ഈ ഹർഫ് വന്നു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് വരുന്ന നൗണിന് എന്ത് മാറ്റമാണ് വരുന്നത് എന്നതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഹി ഈസ് ഗോയിങ് ടു ദ സ്കൂൾ. ഹി, ഹുവ. ഹുവ. ഹി ഈസ് ഗോയിങ്. ഹുവ ദാഹിബുൻ. ഹി ഈസ് ഗോയിങ്. ഇത്രയും പാർട്ട് നമുക്ക് ഫെമിലിയറാണ്. ഹുവ ദാഹിബുൻ മുബ്തദ ഖബർ. ഹുവയാണ് മുബ്തദ, ദാഹിബുൻ ഖബറാണ്. ഇതൊരു കംപ്ലീറ്റ് മീനിങ് ഉള്ള സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ മീനിങ് ഹീ ഈസ് ഗോയിങ്. ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഹീ ഈസ് ഗോയിങ് ടു ദ മദ്രസ. മദ്രസയുടെ അറബി അറിയാം, മദ്രസത്തുൻ. ദ മദ്രസ, അൽ മദ്രസ. അൽ മദ്രസത്തു, ഇതാണ് ദ മദ്രസയുടെ അറബി. ഹുവ ദാഹിബുൻ മീൻസ് ഹി ഈസ് ഗോയിങ്. ഹി ഈസ് ഗോയിങ്. അൽ മദ്രസത്തു, മദ്രസ, ദാറ്റ് മീൻസ് സ്കൂൾ. സ്കൂൾ, ദ സ്കൂൾ. നമുക്ക് ഉണ്ടാക്കേണ്ടത് ഹി ഈസ് ഗോയിങ് ടു ദ സ്കൂൾ. ഹുവ ദാഹിബുൻ. ഇവിടെയാണ് പ്രിപ്പോസിഷൻ വരുന്നത്. ഈ പോയിന്റിലാണ് പ്രിപ്പോസിഷൻ വരുന്നത്. ഇല. ഹുവ ദാഹിബുൻ ഇലൽ മദ്രസത്തു എന്നത് മാറിയിട്ട് മദ്രസത്തി എന്നായിട്ട് മാറും. ഹുവ ദാഹിബുൻ ഇലൽ മദ്രസത്തി. ഹുവ ദാഹിബുൻ ഇലൽ മദ്രസത്തി. ഈ സെൻറ്റൻസിൽ ഹി ഈസ് ഗോയിങ് ടു ദ സ്കൂൾ എന്നതിലെ ടു എന്ന പ്രിപ്പോസിഷനാണ് അറബിയിലെ ഇല എന്ന ഹർഫ്. ഈ ഇലയെ ഹർഫുൽ ജർ എന്ന് പറയാൻ കാരണം അതിന് ശേഷം വരുന്ന ഇസ്മ് അഥവാ മദ്രസ, അൽ മദ്രസ എന്ന വാക്ക് ഇല എന്ന പാർട്ടിക്കിൾ അഥവാ ഹർഫ് വന്നതുകൊണ്ട് മജ്റൂറായിട്ട് മാറി. മദ്രസയുടെ ഇഅ്റാബ് ജറായിട്ട് മാറി ഇല എന്ന ഹർഫ് വന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഇലയെ ഹർഫുൽ ജർ എന്ന് പറയുന്നത്. ഹർഫുൽ ജർ. ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻസിന് ഇക്വലൻ്റ് ആണ് അറബിയിലെ ഹർഫുൽ ജർ.
ഈ ഉദാഹരണത്തിൽ ഇല എന്ന ഹർഫുൽ ജറിൻ്റെ മീനിങ് ടു. ഇല എന്ന ഹർഫുൽ ജർ വന്നത് കാരണം അതിനെ തുടർന്ന് വന്ന നൗൺ, അതിനെ തുടർന്ന് വന്ന ഇസ്മ് മജ്റൂറായിട്ട് മാറി, അഥവാ അതിൻ്റെ ഏറാബ് ചേഞ്ച് ചെയ്തിട്ട് ജറായിട്ട് മാറി. അങ്ങനെ ഏറാബ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ്, ചേഞ്ച് ആക്കുന്നത് കൊണ്ടാണ് ആ പാർട്ടിക്കിൾസിനെ, ഹർഫിനെ ഹർഫുൽ ജർ എന്ന് പറയുന്നത്. ഇന്നത്തെ സെഷനിൽ നമുക്ക് 12 ഹുറൂഫുൽ ജറുകളാണ് ബൈഹാർട്ട് ചെയ്യാനുള്ളത്. ഈ 12ഉം 4 വീതം നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം 4, പിന്നെ 4, പിന്നെ 4, അങ്ങനെ 3 ഘട്ടമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഉദാഹരണ സഹിതം ഞാൻ വിശദീകരിക്കാം. ഈ 12ഉം ഹൃദ്യസ്ഥമാക്കണം. ഇതിന് ഇവിടെ പറയുന്ന മീനിങ് ഏറ്റവും കോമൺ ആയിട്ട് നൽകപ്പെടുന്ന മീനിങ് ആണ്. ഹുറൂഫുൽ ജറുകളുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ഇംഗ്ലീഷിലുള്ള പ്രിപ്പസിഷൻസ് പോലെ തന്നെ അത് ചില വെർബുകളുടെ കൂടെ ചേർന്നിട്ട് പ്രത്യേക ഫ്രേസായിട്ട് മാറും. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ ഓൺ എന്നുള്ള പ്രിപ്പസിഷൻ്റെ അർത്ഥം മുകളിൽ എന്നാണ്. പക്ഷേ ഒരു വെർബിൻ്റെ കൂടെ, ഉദാഹരണത്തിന് പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കുക എന്നാണ് അർത്ഥം. പുട്ട് ഓൺ, ധരിക്കുക. ഇതേപോലെ അറബിയിലെ ഹുറൂഫുകൾ, വിശേഷ്യ ഹുറൂഫുൽ ജർ, ചില വെർബുകളുടെയൊക്കെ കൂടെ ചേർന്നിട്ട് പ്രത്യേക അർത്ഥം നൽകുന്ന ഫ്രേസായിട്ട് മാറാറുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നമുക്ക് പിന്നീട് വരുന്നതാണ്. ഇപ്പോൾ ഇതിന് ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ അറിയേണ്ട, ഏറ്റവും കോമൺ ആയിട്ട് നൽകപ്പെടുന്ന 1-2 മീനിങ്ങുകൾ മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ 12 ഹുറൂഫുൽ ജറുകളാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം പറയാൻ പോകുന്ന 4 ഹുറൂഫുകൾ 1 by 1 ആയിട്ട് ഹൃദ്യസ്ഥമാക്കണം. അതിലൊന്നാമത്തത് മിൻ. ഒന്നാമത്തെ ഹർഫാണ് മിൻ. രണ്ടാമത്തത് ഇല. മൂന്നാമത്തത് ഫി. നാലാമത്തത് അല. 4 പ്രിപ്പസിഷൻസ്. 1 മിൻ, 2 ഇല, 3 ഫി, 4 അല. ഏറ്റവും കോമൺ ആയിട്ട് നൽകപ്പെടുന്ന അർത്ഥം മാത്രമാണ് ഇപ്പോൾ ഇവിടെ പരാമർശിക്കുന്നത്. മിന്നിന് ഏറ്റവും കോമൺ ആയിട്ട് നൽകുന്ന അർത്ഥം ഫ്രം. ഇലക്ക് ഏറ്റവും കോമൺ ആയിട്ട് നൽകപ്പെടുന്ന അർത്ഥം ടു. ഫി, ഇൻ. അതുപോലെ അല, ഓൺ അല്ലെങ്കിൽ അപ്പോൺ. നമുക്ക് ഉദാഹരണ സഹിതം ഈ പ്രിപ്പസിഷൻസ് എങ്ങനെയാണ് ഒരു നോമിനൽ സെൻറ്റൻസിൽ വരുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ ഉദാഹരണം, മുഹമ്മദുൻ വ സഈദുൻ. മുഹമ്മദുൻ വ സഈദുൻ. മുഹമ്മദുൻ വ സഈദുൻ ദാഹിബാനി. മുഹമ്മദുൻ വ സഈദുൻ ദാഹിബാനി മിൻ ഖറിയത്തിൻ. മിൻ ഖറിയത്തിൻ ഇലാ മദീനത്തിൻ. മിൻ ഖറിയത്തിൻ ഇലാ മദീനത്തിൻ. ഈ സെൻറ്റൻസിൽ 2 പ്രിപ്പസിഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് മിൻ ഖറിയത്തിൻ ഇലാ മദീനത്തിൻ. മിൻ എന്ന പ്രിപ്പസിഷന് ശേഷം വന്ന ഖറിയത്തുൻ എന്ന ഇസ്മ് മജ്റൂറായിട്ട് മാറി, മിൻ ഖറിയത്തിൻ. ഇല എന്ന പ്രിപ്പസിഷന് ശേഷം വന്ന മദീനത്തുൻ എന്ന ഇസ്മും മജ്റൂറായിട്ട് മാറി, മദീനത്തിൻ എന്നായിട്ട് മാറി. ഇതിൻ്റെ അർത്ഥം മുഹമ്മദുൻ വ സഈദുൻ, ഇതാണ് മുബ്തദ. മുഹമ്മദുൻ വ സഈദുൻ ദാഹിബാനി, ഇതാണ് അതിൻ്റെ ഖബർ. മുഹമ്മദുൻ വ സഈദുൻ ദാഹിബാനി. മുഹമ്മദ് ആൻഡ് സഈദ് ആർ ഗോയിങ്. മിൻ, ഫ്രം. ഖറിയത്തിൻ, എ വില്ലേജ്. ഫ്രം എ വില്ലേജ്. ഇല, ടു. മദീനത്തിൻ, എ സിറ്റി. ഇതിൻ്റെ അർത്ഥം മുഹമ്മദ് ആൻഡ് സഈദ് ആർ, മുഹമ്മദ് ആൻഡ് സഈദ് ആർ ഗോയിങ്. മുഹമ്മദ് ആൻഡ് സഈദ് ആർ ഗോയിങ് മിൻ ഖറിയത്തിൻ, ഫ്രം എ വില്ലേജ്. ഇല, ടു
മദീനത്തിൻ. ഇലാ മദീനത്തിൻ മീൻസ് ടു എ സിറ്റി. ടു എ സിറ്റി രണ്ടും നക്കിറയാണ്. മദീനത്തിൻ, ഖറിയത്തിൻ, അതുപോലെ മദീനത്തിൻ രണ്ടും നക്കിറയാണ്, മൈരിഫ അല്ല. അതുകൊണ്ടാണ് എ വില്ലേജ് എ സിറ്റി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്. സോ മുഹമ്മദുൻ വ സഈദുൻ ദാഹിബാനി മിൻ ഖറിയത്തിൻ ഇലാ മദീനത്തിൻ രണ്ട് പ്രിപ്പസിഷൻസിൻ്റെയും ഉദാഹരണമാണ് ഈ എക്സാമ്പിളിൽ വന്നിരിക്കുന്നത്. മിൻ ഖറിയത്തിൻ ഇലാ മദീനത്തിൻ. അപ്പോൾ ആദ്യത്തെ രണ്ട് പ്രിപ്പസിഷൻസിൻ്റെ ഉപയോഗമാണ് ഈ ഉദാഹരണത്തിൽ നാം പറഞ്ഞത്. മുഹമ്മദുൻ വ സഈദുൻ ദാഹിബാനി മിൻ ഖറിയത്തിൻ ഇലാ മദീനത്തിൻ. മുഹമ്മദ് ആൻഡ് സഈദ് ആർ ഗോയിങ് ഫ്രം എ വില്ലേജ് ടു എ സിറ്റി. ഇവിടെ മിൻ എന്ന പ്രിപ്പസിഷൻ, ഒന്നാമത്തെ പ്രിപ്പസിഷൻ മിൻ. ഈ പ്രിപ്പസിഷൻ ഒരു അലിഫ്ലാമുള്ള വാക്കിൻ്റെ കൂടെയാണ് വരുന്നതെങ്കിൽ അതിന് ചെറിയ ഒരു രൂപവ്യത്യാസം ഉണ്ടാകും എഴുതുന്നതിൽ. ഉദാഹരണത്തിന് മിൻ പ്ലസ് അൽ ഖറിയ എന്നാണെങ്കിൽ, മിൻ പ്ലസ് അൽ ഖറിയ. നേരത്തെ ഉദാഹരണത്തിൽ മിൻ ഖറിയത്തിൻ എന്നാണ് ഉണ്ടായിരുന്നത്, അലിഫ്ലാം ഇല്ലായിരുന്നു. മിൻ ഖറിയത്തിൻ. ഇവിടെ അലിഫ്ലാം ഉണ്ടെങ്കിൽ മിൻ അൽ ഖറിയത്തി എന്നാണെങ്കിൽ മിനൽ ഖറിയത്തി എന്നായിട്ട് മാറും. ഇത് കമ്പൈൻ ചെയ്തിട്ട് മിനൽ ഖറിയത്തി എന്നായിട്ട് മാറും. മറ്റൊരു ഉദാഹരണം മിൻ പ്ലസ് അൽ മദ്രസ. മിൻ പ്ലസ് അൽ മദ്രസ. ഇത് മാറുന്നത് മിനൽ മദ്രസത്തി എന്നായിട്ട് മാറും. മിനൽ മദ്രസത്തി. മിന്നിൻ്റെ ശേഷം അലിഫ്ലാം വരുമ്പോൾ മിൻ എന്നുള്ളത് മിന എന്നായിട്ട് മാറും. മിനൽ മദ്രസത്തി. എപ്പോഴും ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എല്ലാ ഹുറൂഫുകളെയും സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഹുറൂഫുകൾക്ക് ശേഷം അഥവാ ഹുറൂഫുകൾ ജറുകൾക്ക് ശേഷം വരുന്ന ഇസ്മ് മജ്റൂർ ആയിരിക്കണം എന്നുള്ളത്. അടുത്ത പ്രിപ്പസിഷൻ ഫി. മൂന്നാമത്തത് ഫി. ഒന്നാമത്തത് മിൻ, രണ്ടാമത്തത് ഇല, മൂന്നാമത്തത് ഫി. ഒരു ഉദാഹരണം നോക്കാം. ദ ഗേൾ സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. ദ ഗേൾ സ്റ്റുഡൻസ്. ത്വാലിബത്തുൻ ഗേൾ സ്റ്റുഡൻറ്റ്, ത്വാലിബത്താനി ടു ഗേൾ സ്റ്റുഡൻസ്, ത്വാലിബാത്തുൻ അതാണ് പ്ലൂറൽ. ത്വാലിബത്തുൻ, ത്വാലിബത്താനി, ത്വാലിബാത്തുൻ. ദ ഗേൾ സ്റ്റുഡൻസ് അത്വാലിബാത്തു. അത്വാലിബാത്തു. ദ ഗേൾ സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ്. ഹാലിറത്തുൻ അതിൻ്റെ പ്ലൂറലാണ് ഹാലിറാത്തുൻ. ഹാലിറാത്തുൻ. ദ ഗേൾ സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ്. അത്വാലിബാത്തു ഹാലിറാത്തുൻ. ഇൻ ദ ക്ലാസ്. ക്ലാസ്സിന് പറയുന്നത് ഫസുൽ. ക്ലാസ് ഫസുൽ. ദ ക്ലാസ് അൽ ഫസുൽ. സോ ഇൻ ദ ക്ലാസ് ഫി. ഇൻ ദ ക്ലാസ് മീൻസ് ഫിൽ ഫസുലി. ഫി എന്ന പ്രിപ്പൊസിഷൻ്റെ മീനിങ് ഇൻ. ഫീക്ക് ശേഷം വന്ന അൽ ഫസിൽ എന്നുള്ള നൗണ് മജ്റൂറായിട്ട് മാറി. ഫിൽ ഫസുലി. ദ ഗേൾ സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ക്ലാസ് ഫിൽ ഫസുലി. അത്വാലിബാത്തു ഹാലിറാത്തുൻ ഫിൽ ഫസുലി. നാലാമത് പറഞ്ഞ പ്രിപ്പൊസിഷനാണ് അല. എന്തായിരുന്നു അലയുടെ മീനിങ്? അല മീൻസ് ഓൺ. അല മീൻസ് ഓൺ അല്ലെങ്കിൽ അപ്പോൺ. ഒരു ഉദാഹരണം നോക്കാം. സെയ്ദ് ഈസ് റൈഡിങ് ഓൺ എ ക്യാമൽ. സെയ്ദ് ഈസ് റൈഡിങ് ഓൺ എ ക്യാമൽ. സെയ്ദുൻ അതാണ് സബ്ജക്റ്റ് അഥവാ മുബ്തദ. സെയ്ദുൻ. റൈഡിങ് റാക്കിബുൻ. റൈഡിങ്ങിൻ്റെ അറബിയാണ് റാക്കിബുൻ. റാക്കിബുൻ. അപ്പോൾ സെയ്ദുൻ റാക്കിബുൻ. സെയ്ദ് ഈസ് റൈഡിങ്. ക്യാമൽ ജമൽ. ഓൺ എ ക്യാമൽ ജമലുൻ. ജമൽ. അലാ ജമലിൻ. ഓൺ എ ക്യാമൽ. അലാ ജമലിൻ. ഇവിടെ അല എന്ന പ്രിപ്പൊസിഷൻ ഓൺ. ഓൺ ജമലിൻ എ ക്യാമൽ. ഓൺ എ ക്യാമൽ. സെയ്ദുൻ റാക്കിബുൻ. സെയ്ദ് ഈസ് റൈഡിങ്. സെയ്ദ് ഈസ് റൈഡിങ്
ഓൺ എ ക്യാമൽ. അപ്പോൾ ആദ്യത്തെ 4 പ്രിപ്പോസിഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് മിൻ, 2 ഇല, മൂന്നാമത്തത് ഫി, നാലാമത്തത് അല. മിൻ എന്നുള്ളത് അലിഫ്ലാമിൻ്റെ കൂടെ വരുമ്പം മിന എന്നായിട്ട് മാറും. ഉദാഹരണത്തിന് മിനൽ മദ്രസത്തി, മിനൽ മദ്രസത്തി. മിന്നിൻ്റെ അർത്ഥം ഫ്രം, ഇലയുടെ അർത്ഥം ടു, ഫീയുടെ അർത്ഥം ഇൻ, അലയുടെ അർത്ഥം ഓൺ. ഇനി നമുക്ക് അടുത്ത 4 പ്രിപ്പോസിഷൻസ് പഠിക്കാം. അതിൽ ഒന്നാമത്തത് ഹത്ത, രണ്ടാമത്തത് ബി, മൂന്നാമത്തത് അൻ, നാലാമത്തത് ലി. ഹത്ത മീൻസ് ടിൽ, ടിൽ അല്ലെങ്കിൽ അൺടിൽ. അതുപോലെ ബി മീൻസ് വിത്ത് അല്ലെങ്കിൽ അറ്റ്. ഈ 2 അർത്ഥങ്ങളിലും കോമൺ ആയിട്ട് ബി യൂസ് ചെയ്യപ്പെടുന്നു. ആൻ മീൻസ് എബൌട്ട്, ലീ മീൻസ് ഫോർ അല്ലെങ്കിൽ ബിലോങ്സ് ടു. ഈ 4 പ്രിപ്പോസിഷൻസും നമുക്ക് ഉദാഹരണ സഹിതം നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ഹത്ത, റഷീദ് ഈസ് എൻഗേജ്ഡ് ടിൽ ദ ടൈം ഓഫ് സൺസെറ്റ് അല്ലെങ്കിൽ ടിൽ മഗ്രിബ്. മഗ്രിബ് വരെ റഷീദ് എൻഗേജ്ഡ് ആണ്. റഷീദ് ഈസ് എൻഗേജ്ഡ് ടിൽ മഗ്രിബ്. അതിലെ സബ്ജക്റ്റ് റഷീദുൻ, റഷീദുനാണ് സബ്ജക്റ്റ്. എൻഗേജ്ഡിൻ്റെ അറബിയാണ് മഷ്ഗൂലുൻ. എൻഗേജ്ഡ്, റഷീദ് ഈസ് എൻഗേജ്ഡ്, റഷീദുൻ മഷ്ഗൂലുൻ ടിൽ ഹത്ത, ഹത്ത ടിൽ അല്ലെങ്കിൽ അൺടിൽ ഹത്തൽ മഗ്രിബി, ഹത്തൽ മഗ്രിബി. ഹത്ത എന്ന പ്രിപ്പോസിഷൻ്റെ അർത്ഥം ടിൽ. ഹത്ത വന്നതുകൊണ്ട് അതിനുശേഷം വന്ന മഗ്രിബ് എന്ന ഇസ്മ് ജറായിട്ട് മാറി. ഇതിൻ്റെ ഏറാബ് ഇത് മജറൂറായിട്ട് മാറി. റഷീദ് ഈസ് എൻഗേജ്ഡ് ടിൽ ദ ടൈം ഓഫ് സൺസെറ്റ്. അടുത്തത് ബി, ദ ട്രെയിൻ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ സ്റ്റേഷൻ. ട്രെയിനിൻ്റെ അറബി അൽ ഖിത്താറു, ദ ട്രെയിൻ അൽ ഖിത്താറു. സ്റ്റാൻഡിങ് വാഖിഫുൻ, അൽ ഖിത്താറു വാഖിഫുൻ, അൽ ഖിത്താറു വാഖിഫുൻ അറ്റ് ദ സ്റ്റേഷൻ. സ്റ്റേഷൻ അൽ മഹത്ത, അൽ മഹത്ത. അറ്റ് ദ സ്റ്റേഷൻ ബിൽ മഹത്ത, വാഖിഫും ബിൽ മഹത്വത്തി. ഇവിടെ ബി എന്ന പ്രിപ്പോസിഷൻ അറ്റ് എന്ന അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. അറ്റ്, അൽ മഹത്ത ദ സ്റ്റേഷൻ. സോ അൽ ഖിത്താറു വാഖിഫുൻ, ദ ട്രെയിൻ ഈസ് സ്റ്റാൻഡിങ്, ദ ട്രെയിൻ ഈസ് സ്റ്റാൻഡിങ്. അൽ ഖിത്താറു ദ ട്രെയിൻ, വാഖിഫുൻ ഈസ് സ്റ്റാൻഡിങ്. ദ ട്രെയിൻ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ സ്റ്റേഷൻ. ബിയുടെ മറ്റൊരു എക്സാമ്പിൾ, അള്ളാഹ് ഈസ് കൈൻഡ് വിത്ത് ഹിസ് സെർവൻസ്. അള്ളാഹ് ഈസ് കൈൻഡ്, അള്ളാഹു, അതാണ് സബ്ജക്റ്റ്. അള്ളാഹു കൈൻഡ്, റഊഫുൻ. അള്ളാഹു റഊഫുൻ, അള്ളാഹ് ഈസ് കൈൻഡ്. ബിൽ ഇബാദി, അള്ളാഹു റഊഫും ബിൽ ഇബാദ്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. അള്ളാഹ് ഈസ് കൈൻഡ്. ഇവിടെ ബി വിത്ത് എന്നുള്ള അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. വിത്ത്. അള്ളാഹ് ഈസ് കൈൻഡ് വിത്ത് അൽ ഇബാദ്, വിത്ത് ദ സെർവൻസ്. അള്ളാഹ് ഈസ് കൈൻഡ് വിത്ത് ദ സെർവൻസ്.
സോ ബി എന്നുള്ളത് രണ്ടർത്ഥത്തിൽ വരുന്നുണ്ട്. ഒന്ന് അറ്റ് അല്ലെങ്കിൽ വിത്ത്. പൊതുവെ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാം യുമിനൂന ബില്ലാ, ബിലീവിങ് ഇൻ അള്ളാഹ് എന്നാണ് അവിടെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബിലീവിങ് വിത്ത് ദ ഗോഡ്. അപ്പോൾ ബി എന്നുള്ളതിന് കോമൺ ആയിട്ട് അറ്റ് എന്നും വിത്ത് എന്നും അർത്ഥം പറയാറുണ്ട്. ചില സമയങ്ങളിൽ ഇംഗ്ലീഷിൽ ഇൻ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാറ്. അപ്പോൾ ഹത്ത ബി. ഇതിന് ശേഷം മൂന്നാമത് നമ്മൾ പറഞ്ഞത് അൻ. അന്നിൻ്റെ അർത്ഥം എബൌട്ട് എന്നാണ്. അൻ ഇതും നേരത്തെ മിൻ എന്ന് പറഞ്ഞത്, മിൻ എന്ന പ്രിപ്പസിഷൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അലിഫ്ലാമുള്ള ഒരു ഇസ്മിൻ്റെ കൂടെ വരുമ്പോൾ അന്നിന് ചെറിയ മാറ്റം വരും. അന്നിന് വരുന്ന മാറ്റം അൻ പ്ലസ് അലിഫ്ലാം വരുമ്പോൾ അനിൽ എന്നായിട്ട് മാറും. അനിൽ. നമുക്ക് അൻ വെച്ചുകൊണ്ട് ഒരു ഉദാഹരണം നോക്കാം. ഹാദിഹി ഹിക്കായത്തുൻ. ദിസ് ഈസ് എ സ്റ്റോറി. ഹാദിഹി ഹിക്കായത്തുൻ. ഹിക്കായത്തുൻ മീൻസ് സ്റ്റോറി. ദിസ് ഈസ് എ സ്റ്റോറി. ഹാദിഹി ഹിക്കായത്തുൻ. This is a story. And about. This is a story about Hakimin. Hakim, a wise man. A wise man. This is a story about a wise man. Hadihi hikayatun an Hakimin. ഇതിലെ ഹക്കീം എന്ന വൈസ്മാൻ എന്ന നൗണിനെ നമ്മൾ ഡെഫിനിറ്റ് ആക്കിയാൽ ഇതിൽ വരുന്ന മാറ്റം ഹാദിഹി ഹിക്കായത്തുൻ അനിൽ ഹക്കീമി എന്നായിട്ട് മാറും. ഹാദിഹി ഹിക്കായത്തുൻ അനിൽ ഹക്കീമി. അൻ എന്നുള്ളത് അനി എന്നായിട്ട് മാറും. അനിൽ ഹക്കീമി. അബൌട്ട് ദ വൈസ്മാൻ. ദിസ് ഈസ് എ സ്റ്റോറി അബൌട്ട് ദ വൈസ്മാൻ. ഇനി അടുത്തത് ലീ. ലീയുടെ അർത്ഥം കോമൺ അർത്ഥം ഫോർ എന്നാണ്. അതുപോലെ ബിലോങ്ങിങ് ടു എന്ന അർത്ഥത്തിലും വരും. ലീ എന്നത് അലിഫ്ലാമിൻ്റെ കൂടെ വരുമ്പോൾ ഈ അലിഫ് ഒഴിവാക്കപ്പെടും. ഈ അലിഫ് ഡ്രോപ്പ് ചെയ്യപ്പെടും. എന്നിട്ട് രണ്ട് ലാമും കൂടെ ചേർത്തുകൊണ്ടാണ് എഴുതുക. ലിൽ എന്നാണ് എഴുതുക. നമുക്ക് ആദ്യത്തെ ഉദാഹരണം നോക്കാം. അന്നഹാറു. അന്നഹാറു ദ ഡേ. പകൽ എന്നുള്ളതാണ് നഹാറിൻ്റെ അർത്ഥം. ദ ഡേ. അന്നഹാറു. ലിൽ അമലി. ലീയുടെയും അൽ അമലിൻ്റെയും ലാമ് രണ്ടും കൂട്ടി എഴുതുകയാണ്, അലിഫ് ഒഴിവാക്കിയിട്ട്. ലിൽ അമലി. ദ ഡേ ഈസ് ഫോർ വർക്ക്. ദ ഡേ ഈസ് ഫോർ ദ വർക്ക് അല്ലെങ്കിൽ ഫോർ വർക്ക്. അതേപോലെ വല്ലൈലു രാത്രി. അല്ലൈലു നൈറ്റ്. ദ നൈറ്റ്. ലൈലു മീൻസ് ദ നൈറ്റ്. അല്ലൈലു ലിന്നൗമി. ഇവിടെയും ലീക്ക് ശേഷം അന്നൗം എന്നുള്ളതിൽ അലിഫ്ലാമിൻ്റെ അലിഫ് ഒഴിവാക്കിയിട്ട് കൂട്ടി എഴുതുകയാണ്. ലിന്നൗമി. The night is for sleep. The night is for sleep. The day is for work. അന്നഹാറു ലിൽ അമലി. അതുപോലെ വല്ലൈലു ലിന്നൗമി. The night is for sleep. ചില സ്ഥലത്ത് ലീ എന്നതിനെ നമ്മൾ ബിലോങ്സ് ടു അല്ലെങ്കിൽ ബിലോങ്ങിങ് ടു എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് അൽ മുൽക്കു ലില്ല. അൽ മുൽക്കു the kingdom. Mulk means the kingdom. Al mulku lillahi. The kingdom belongs to Allah. അല്ലെങ്കിൽ the kingdom is for Allah എന്നും പറയാം. The kingdom belongs to Allah. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച പ്രിപ്പോസിഷൻസ് ആദ്യം പഠിച്ച 4 മിൻ, ഇല, ഫി, അല. പിന്നീട് നമ്മൾ പഠിച്ചത് ഹത്ത, ബി, അൻ, ലി. ഇനി നമുക്ക് 4 കൂടിയാണ് പഠിക്കാനുള്ളത്. അതിലൊന്ന് ക. 2 മുൻതു. ക, മുൻതു,
പിന്നെ ഹാഷ അല്ലെങ്കിൽ അദ, ഒരേ അർത്ഥമാണ്. ഖല, അവസാനം വ അല്ലെങ്കിൽ ത. ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് നോക്കാം. അവസാനം പറഞ്ഞ രണ്ടെണ്ണം ഹാഷ, അദ, ഖല, അതുപോലെ വാത്ത, ഇത് നമ്മളിവിടെ ഉദാഹരണ സഹിതം ഡിസ്കസ് ചെയ്യുന്നില്ല. അർത്ഥം പറയാം. ഇതിൻ്റെ അർത്ഥം എക്സെപ്റ്റ് എന്നാണ്. എക്സെപ്റ്റ്, ഹാഷ, അദ, ഖല. അതുപോലെ വാത്ത, ഇത് രണ്ടും ഓത്തിന് ഉപയോഗിക്കുന്നതാണ്. ഓത്ത്, ബൈ. ഉദാഹരണത്തിന് വല്ലാഹി, അള്ളാഹു ആണ്, അല്ലെങ്കിൽ തല്ലാഹി, അതും അള്ളാഹു ആണ്. വൽ അസിരി, കാലം തന്നെയാണ്. ഇത് ഓത്തിന് ഉപയോഗിക്കുന്ന ഹർഫുകളാണ്, പ്രിപ്പസിഷൻസ് പോലെ തന്നെയാണ്. അതിനുശേഷം വരുന്ന ഇസ്മ് മജറൂറായിട്ട് മാറും. ക മീൻസ് ആസ് അല്ലെങ്കിൽ ലേക്ക്, പോലെ എന്നാണ് അതിൻ്റെ അർത്ഥം. മുൻദു മീൻസ് ഫോർ. ക എന്ന പ്രിപ്പസിഷൻ ഒരു ഉദാഹരണം നോക്കാം. ഹീ ഈസ് റിച്ച് ലൈക്ക് ഹാത്തിം. ഹി, ഹുവ, ഹുവ റിച്ച്. ഗനിയുൻ, ഹുവ ഗനിയുൻ. കഹാത്തിമിൻ, കഹാത്തിമിൻ. ഹാത്തിം ഒരു പ്രോപ്പർ നൗണാണ്, ഒരു വ്യക്തിയാണ്. ഹി ഈസ് റിച്ച്, അവൻ റിച്ചാണ്. ഹി ഈസ് റിച്ച് ലൈക്ക് ഹാത്തിം, ഹാത്തിമിനെ പോലെ അവൻ റിച്ചാണ്. ഹി ഈസ് റിച്ച് ലൈക്ക് ഹാത്തിം. അപ്പോൾ ഇവിടെ ക എന്ന പ്രിപ്പോസിഷൻ്റെ അർത്ഥം ലേക്ക്. ക മീൻസ് ലേക്ക്. അടുത്ത ഉദാഹരണം മുൻസുവിൻ്റെതാണ്. ഹി ഈസ് ആബ്സെൻറ്റ് ഫോർ എ മന്ത്. ആബ്സെൻറ്റിൻ്റെ അറബി ഗായിബുൻ, ഗായിബുൻ. ഹി ഈസ് ആബ്സെൻറ്റ്, ഹുവ ഗായിബുൻ. ഹി ഈസ് ആബ്സെൻറ്റ് എ മന്ത്, ഷഹർ. മുൻദു, ഫോർ എ മന്ത്. ഹി ഈസ് ആബ്സെൻറ്റ് മുൻദു ഷഹറിൻ. മുൻദു എന്ന പ്രിപ്പോസിഷൻ്റെ അർത്ഥം ഫോർ. മുൻദു ഷഹറിൻ, ഫോർ എ മന്ത്. ഹുവ ഗായിബുൻ, ഹി ഈസ് ആബ്സെൻറ്റ്. ഹി ഈസ് ആബ്സെൻറ്റ് ഫോർ എ മന്ത്. അപ്പോൾ മുൻദു എന്ന പ്രിപ്പോസിഷൻ്റെ മീനിങ് ഫോർ. അവസാനം പറഞ്ഞ രണ്ട് പ്രിപ്പോസിഷൻസ് ഹാഷ അതുപോലെ വ. ഹാഷയോടൊപ്പം ഹാഷ, അദ, ഖല, ഇതിൻ്റെ ഒക്കെ അർത്ഥം എക്സെപ്റ്റ് എന്നാണ്. എക്സെപ്റ്റ്. ഉദാഹരണത്തിന് ഹാഷ സെയ്ദിൻ, എക്സെപ്റ്റ് സെയ്ദ്. ഹാഷ സെയ്ദിൻ. അല്ലെങ്കിൽ ഖല സെയ്ദിൻ, അല്ലെങ്കിൽ അദ സെയ്ദിൻ. ഇതിൻ്റെയൊക്കെ അർത്ഥം എക്സെപ്റ്റ് സെയ്ദ്. അതുപോലെ അവസാനം, ഏറ്റവും അവസാനം പറഞ്ഞത് വ. ബൈ, വല്ലാഹി. ഉദാഹരണത്തിന് വല്ലാഹി, ബൈ അല്ലാഹ്, അള്ളാഹു ആണ്. അല്ലെങ്കിൽ വൽ അസിരി, വൽ അസുർ, ബൈ ദ ടൈം, ബൈ ദ ടൈം. വ പോലെ ത എന്ന ഹർഫും സത്യം ചെയ്യാൻ ഉപയോഗിക്കും. തല്ലാഹി മീൻസ് അള്ളാഹു ആണ്. അപ്പോൾ 12 പ്രിപ്പോസിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് അർത്ഥസഹിതം ഹൃദ്യസ്ഥമാക്കണം. ഇതിനെക്കുറിച്ച് ഓർക്കേണ്ട ഒരൊറ്റ പോയിന്റ്, ഈ പ്രിപ്പോസിഷന് ശേഷം വരുന്ന നൗണ്, പ്രിപ്പോസിഷന് ശേഷം വരുന്ന ഇസ്മ് മജറൂർ ആയിരിക്കും. അല്ലെങ്കിൽ നൗൺ ഗവേൺഡ് ബൈ എ പ്രിപ്പോസിഷൻ ഈസ് ഓൾവേസ് മജറൂർ. പ്രിപ്പോസിഷന് ശേഷം വരുന്ന ഇസ്മ് മജറൂറാണ്. പ്രിപ്പോസിഷന് ശേഷം പ്രോനൗണ് വരുന്ന ചില ഉദാഹരണങ്ങൾ കൂടി മാത്രമാണ് ഇന്നത്തെ സെഷനിൽ ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഈ 12 പ്രിപ്പോസിഷൻസും അർത്ഥസഹിതം ഹൃദ്യസ്ഥമാക്കലാണ് ഇന്നത്തെ സെഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസ്. അപ്പോൾ ഇനി അവസാനമായിട്ട് പ്രിപ്പോസിഷന് ശേഷം നൗണിന് പകരം പ്രോനൗണ് വരുന്ന ഏതാനും ചില ഉദാഹരണങ്ങൾ കൂടി നോക്കാം. പ്രിപ്പോസിഷന് ശേഷം ഒരു പേഴ്സണൽ പ്രോനൗണ് വരുമ്പോൾ ആ പ്രോനൗണിൻ്റെ മജറൂർ, അതിൻ്റെ ജറായ അവസ്ഥയായിരിക്കും വരിക. ഉദാഹരണത്തിന് ഹുവ, ഹുവയുടെ ജർ എന്താണ്? ഹു.
ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അന്ത അന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന, അന നഹ്നു. ഇതിൻ്റെയൊക്കെ പേഴ്സണൽ പ്രൊനൗണിൻ്റെ മജറൂർ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഹുവയുടെ ഹു ആയിട്ട് മാറും, ഹിയയുടെ ഹ എന്നായിട്ട് മാറും, അന്തയുടെ ക എന്നായിട്ട് മാറും, അത് ഫെമിനൈൻ ആകുമ്പോൾ കീ എന്നായിട്ട് മാറും. അപ്പോൾ ഈ മജറൂർ ആയിട്ടുള്ള പ്രോനൗണ് ഈ പ്രിപ്പസിഷൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് എഴുതും. ഉദാഹരണത്തിന് ഫ്രം ഹിം, ഫ്രം ഹിം. മിന്നിൻ്റെ കൂടെ ഹുവയുടെ മജറൂർ അത് ഹു ആണ്. അപ്പോൾ മിൻ പ്ലസ് ഹു, മിൻ ഹു എന്നായിട്ട് മാറും ഫ്രം ഹിം. ഫ്രം ഹെർ ആണെങ്കിലോ, ഫ്രം ഹെർ എന്തായിട്ട് മാറും? ഫ്രം ഹെർ, മിൻ ഹ, ഫ്രം ഹെർ. ഫ്രം ദം എന്നാണെങ്കിലോ, അവരിൽ നിന്ന്, മിൻ ഹും, ഫ്രം ദം. ഇങ്ങനെ പ്രിപ്പസിഷന് ശേഷം മജറൂർ ആയിട്ടുള്ള പ്രോനൗണ് ചേർത്ത് എഴുതിയാൽ മതി. അല എന്ന പ്രിപ്പസിഷൻ്റെയും ഇല എന്ന പ്രിപ്പസിഷൻ്റെയും കൂടെ ഈ പ്രോനൗൺ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മാറ്റം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇല, ഇല പ്ലസ് ഹു വരുമ്പോൾ ഇലൈഹി എന്നായിട്ട് മാറും. ഇലൈഹി, ടു ഹിം. ഇല ടു ആണ്. ഹു എന്നുള്ള പ്രോനൗൺ വരുമ്പോൾ, അതായത് മജറൂർ ആയിട്ടുള്ള പ്രോനൗൺ വരുമ്പോൾ ഇലൈഹി എന്നായിട്ട് മാറും. അതിൻ്റെ അർത്ഥം ടു ഹിം. അതേപോലെ ഇല പ്ലസ് ഹ ആണെങ്കിൽ ഇലൈഹ എന്നായിട്ട് മാറും. ഇലൈഹ. ഫ്രം ഹെർ, ഫ്രം ഹെർ. ഈ യാ എക്സ്പ്രസീവായിട്ട് മാറും. അതേപോലെ തന്നെ അലയും. അല, അല പ്ലസ് ഹു അലൈഹി എന്നാണ് മാറുന്നത്. അലൈഹി, അപ്പോൺ ഹിം, അല്ലെങ്കിൽ ഓൺ ഹിം, അപ്പോൺ ഹിം. അല പ്ലസ് ഹ അലൈഹ, അപ്പോൺ ഹെർ. അപ്പോൾ ഈ മാറ്റങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രിപ്പസിഷന് ശേഷം നൗണും വരാം, അല്ലെങ്കിൽ ഇതുപോലെ പ്രോനൗണും വരാം. നൗണാണെങ്കിലും പ്രോനൗൺ ആണെങ്കിലും അതിൻ്റെ ഏറാബ് ജറായിരിക്കും. അതുകൊണ്ടാണ് പ്രിപ്പസിഷനെ നമ്മൾ ഹർഫുൽ ജറ് എന്ന് പറയുന്നത്. അതിന് ശേഷം വരുന്ന നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ അത് ജറാക്കി മാറ്റുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ എല്ലാ പ്രിപ്പസിഷൻസും ഹൃദ്യസ്ഥമാക്കുക. ഇനി അടുത്ത സെഷനിൽ നമുക്ക് അഡ്വേർബ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. പ്രിപ്പസിഷൻസ് പോലെയാണ് അഡ്വേർബ്സ് ഓഫ് ടൈം ആൻഡ് പ്ലേസ്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.